PC ഇൻഡസ്ട്രിയിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഷോ ആണ് ടൈപ്പ് എ ടൈവാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോംപ്യൂടെക്സ് 2024 ആൻഡ് AMD അവരുടെ ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് പ്രോസസേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. Ryzen 9000 സീരീസ്, പുതിയ 800 ചിപ്സെറ്റ് മദർ ബോർഡ്സ്, പുതിയ Ryzen 300 AI മൊബൈൽ പ്രോസസേഴ്സ് ആൻഡ് സർപ്രൈസിംഗ്ലി AM4 ബേസ്ഡ് 2 പ്രോസസേഴ്സും. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. ഓക്കെ, പുതിയ ജനറേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എക്സിസ്റ്റിംഗ് സോക്കറ്റ് AM4 ബേസ്ഡ് എന്തൊക്കെയാണ് പ്രോസസേഴ്സ് എന്ന് നോക്കാം. സോ ഇവിടെ Ryzen 3000 സീരീസിൽ AMD കൊണ്ടുവന്ന XT സീരീസ് വീണ്ടും കൊണ്ടുവരുവാണ്. രണ്ട് പ്രോസസേഴ്സ് ആണ്, Ryzen 9 5900XT യും Ryzen 7 5800XT. ഈ രണ്ട് പ്രോസസേഴ്സ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തത്. Ryzen 7 5800XTയുടെ കാര്യം പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് 5800Xുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സെയിം ക്ലോക്ക് സ്പീഡ്സ് തന്നെയാണ്, സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വരുന്നത്. 4.7 GHz എന്നുള്ളത് ജസ്റ്റ് 4.8 GHz എന്ന് മാറിയിട്ടുണ്ട്. സോ Ryzen 7 5800XTയിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ Ryzen 9 5900XTയിലാണ് ഒരു വലിയ ചേഞ്ച് കാണുന്നത്. ബിക്കോസ് പഴയ 5900X നോക്കുവാണെങ്കിൽ 12 കോഴ്സ് ആൻഡ് 24 ത്രെഡ്സ് ആയിരുന്നു. ബട്ട് 5900XTയിൽ നമുക്കിവിടെ 16 കോഴ്സ് ആണ് വരുന്നത്. സോ ഇൻ ടോട്ടൽ 16 കോഴ്സ് ആൻഡ് 32 ത്രെഡ്സ്. സോ ഇത് രണ്ടുമാണ് പഴയ AM4 സോക്കറ്റിന് വേണ്ടി AMD ഇപ്പോൾ അനൗൺസ് ചെയ്ത രണ്ട് പുതിയ പ്രോസസേഴ്സ്. സോ AM4 സോക്കറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴും AM5ലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് AM4 സോക്കറ്റിൽ തന്നെ അപ്ഗ്രേഡബിൾ ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം അറൌണ്ട് 2016ലാണ് AM4 സോക്കറ്റ് AMD ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് ബീൻ 8 ഇയേഴ്സ് നോ ആൻഡ് സ്റ്റിൽ AM4 സോക്കറ്റ് ഈസ് വാലിഡ്. പുതിയ പ്രോസസേഴ്സ് ഇപ്പോഴും AMD ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് AM5 സോക്കറ്റിന്റെ ലൈഫും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് AMD അപ്ഡേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ AM5 സോക്കറ്റ് അറൌണ്ട് 2027 ഓർ ഈവൻ അതും സർപ്പാസ് ചെയ്യുമെന്നാണ് പറയുന്നത്. AM5 സോക്കറ്റിലോട്ട് നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഒരു 2027 വരെ നോ ഇഷ്യൂസ്. അതുവരെ വരുന്ന പ്രോസസേഴ്സ് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയാണ് ലേറ്റസ്റ്റ് ജനറേഷൻ പ്രോസസേഴ്സ് Ryzen 9000 സീരീസ്. സോ Ryzen 9000 Zen 5 ബേസ്ഡ് CPU കോർ ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് വിത്ത് XDNA2 ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ്. ആൻഡ് Zen 5ൽ AMD പ്രോമിസ് ചെയ്യുന്നത് ഡബിൾ ദി ബാൻഡ്വിഡ്ത്ത്, ഡബിൾ ദി ഡേറ്റ സ്പീഡ്സ് ആൻഡ് ഡബിൾ AI പെർഫോമൻസ് ആണ് വിത്ത് തേർഡ് ജനറേഷൻ XDNA2 ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ്. ആസ് യൂഷ്വൽ 4 പ്രോസസേഴ്സ് ആണ് AMD അനൗൺസ് ചെയ്തത്. Ryzen 5 9600X, Ryzen 7 9700X, Ryzen 9 9900Xും ടോപ്പ് ഓഫ് ദ ലൈനിൽ Ryzen 9 9950X. സോ സ്റ്റാർട്ടിംഗ് മിഡ് റേഞ്ചിൽ 9600X ആണ്, 6 കോഴ്സും 12 ത്രെഡ്സ് വരുന്നത്. 5.4 GHz വരെ ബൂസ്റ്റ് ഉണ്ട്. 38 MB ആണ് ക്യാഷ്, 65 വാട്ട്സിന്റെ ആണ് TDP. Ryzen 7ൽ നമുക്ക് 9700X ആണ്, 8 കോഴ്സും 16 ത്രെഡ്സ് ഉള്ളത്. 5.5 GHz വരെ മാക്സ് ബൂസ്റ്റ് ഉണ്ട്. 40 MBയുടെ ആണ് L3 ക്യാഷ്, 65 വാട്ട്സ് തന്നെയാണ് TDP. സോ Ryzen 5 ആൻഡ് Ryzen 7ൽ നമുക്ക് സ്ലൈറ്റ് ഇൻക്രീസ് ആണ് ക്ലോക്ക് സ്പീഡിൽ കാണുന്നത്, 100 MHzന്റെ TDP ബട്ട് കുറഞ്ഞിട്ടുണ്ട്. TDP 105 വാട്ട്സിന് 65 വാട്ട്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ മച്ച് മോർ പവർ എഫിഷ്യന്റ് ആൻഡ് പവർ സേവിംഗ് പ്രോസസേഴ്സ് ആയിരിക്കും Ryzen 5 ആൻഡ് Ryzen 7ൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പ് ടിയറിലോട്ട് പോവുകയാണെങ്കിൽ Ryzen 9 ആണ്. Ryzen 9 9900X, 12 കോഴ്സും 24 ത്രെഡ്സ്, 5.6 GHz ആണ് മാക്സ്, 76 MBയുടെ ആണ് L3 ക്യാഷ്, 120 വാട്ട്സ് ആണ് TDP. ആൻഡ് അതിന് മേലെയാണ് Ryzen 9 9950X വിത്ത് 16 കോഴ്സ് ആൻഡ് 32 ത്രെഡ്സ്, മാക്സ് ബൂസ്റ്റ് 5.7 GHz ആണ്, 80 MBയുടെ L3 ക്യാഷ്, 170 വാട്ട്സിന്റെ ആണ് TDP. സോ ഇവിടെ 9950X പഴയ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സ്പെക്സ് വൈസും കോർ കൗണ്ട് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈവൻ TDP വാല്യൂ എല്ലാം സിമിലർ ആണ്. ബട്ട് ഓവറോൾ നെക്സ്റ്റ് ജനറേഷൻ Zen 5 ആർക്കിടെക്ചറിൽ ജനറേഷണൽ ലീപ്പ് കാരണം പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് കാണും. 9900Xന്റെ സ്പെക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് TDP 170 വാട്ടിന് 120 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 9900X കുറച്ചുകൂടി പവർ എഫിഷ്യന്റ് ആയിരിക്കും, എഫിഷ്യൻസി കൂടിയിട്ടുണ്ട് ആൻഡ് ജനറേഷണൽ ഇംപ്രൂവ്മെന്റ് ആണ് AMD ക്ലെയിം ചെയ്യുന്നത്. സോ ഇതാണ് Ryzen 9000 ലേറ്റസ്റ്റ് വരാനിരിക്കുന്ന അപ്കമിംഗ് പ്രോസസർ സീരീസിന്റെ 4 പ്രോസസേഴ്സ്. പ്രൈസിംഗ് ആസ് ഓഫ് നോ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ജൂലൈയിലായിരിക്കും മാർക്കറ്റിൽ വരാൻ പോകുന്നത്, കമ്മിങ് ഇൻ ജൂലൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. മെയിൻ പെർഫോമൻസിന്റെ കാര്യം നോക്കുവാണെങ്കിലും കൂടുതലൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ചെറിയൊരു ബ്രീഫ് നോക്കുവാണെങ്കിൽ ഓവറോൾ പഴയ Zen 4 വേഴ്സസ് Zen 5 നോക്കുവാണെങ്കിൽ 16% ആണ് ആവറേജ് പെർഫോമൻസ് അപ്ലിഫ്റ്റ് AMD ക്ലെയിം ചെയ്യുന്നത്. 14900K പ്രോസസ്സറുമായിട്ട് 9950Xന്റെ ഒരു കമ്പാരിസണും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ക്ലെയിം ചെയ്യുന്നതും പെർഫോമൻസ് ഓവറോൾ ബെറ്റർ ആണെന്നാണ്. പ്രൊഡക്ടിവിറ്റി, കണ്ടന്റ് ക്രിയേഷന്റെയും ഗെയിമിംഗിന്റെ ബെഞ്ച് മാർക്സും ആണ് നമ്മളിവിടെ കാണുന്നത് കമ്പയർഡ് വിത്ത് 14900K. ഇതൊക്കെ എപ്പോഴും AMD കാണിക്കുന്ന പോലെ തന്നെ ബെറ്റർ ആണ് പറയുന്നത്. എന്തായാലും ഈ ഗ്രാഫ് ആൻഡ് ഫിഗേഴ്സ് കണ്ടിട്ട് അടിപൊളിയാണ്. ബട്ട്
റിയൽ ടൈം പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഇറങ്ങി തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് വന്നാൽ എപ്പോഴും പറയുന്ന പോലെ അത് കണ്ടാൽ നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടത്തുള്ളൂ. ബട്ട് ഓൺ പേപ്പർ AMD കാണിച്ചേക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പയർ ടു 14th ജനറേഷൻ ഇന്റൽ അടിപൊളിയായിരിക്കും Ryzen 9000. ഇവിടെ എന്തായാലും നമുക്ക് ഇന്റലിന്റെ അപ്കമിംഗ് പ്രോസസർ Arrow Lake സീരീസിന്റെയും വെയിറ്റ് ചെയ്യണം. അതിന്റെ ഒരു പെർഫോമൻസുമായിട്ട് നോക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു കമ്പാരിസൺ പറയാൻ പറ്റത്തുള്ളൂ. സോ എനിവേസ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് AMD അവരുടെ ലേറ്റസ്റ്റ് X870 സീരീസ് മദർ ബോർഡ്സ് അനൗൺസ് ചെയ്തു. X870യും X870E സീരീസ് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് കമ്പനീസിന്റെ X870 മദർ ബോർഡ്സ് കോംപ്യൂടെക്സ് ഷോയിൽ ഷോക്കേസ് ചെയ്തു അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് റാൻഡം ആയിട്ട് നിങ്ങൾക്ക് പല കമ്പനീസിന്റെ X870 ബോർഡ്സ് കാണാം. ഇതെല്ലാം ഇതേ കോംപ്യൂടെക്സ് ഷോയിൽ കമ്പനീസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അനൗൺസ് ചെയ്തതാണ്. സോ X870 ആൻഡ് X870E ചിപ്സെറ്റിന്റെ സ്പെഷ്യാലിറ്റി നോക്കുവാണെങ്കിൽ USB 4 സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ മദർ ബോർഡ്സിലും. സിമിലർലി ഔട്ട് ഓഫ് ദി ബോക്സ് PCI Gen 5 സപ്പോർട്ട് ആയിരിക്കും ഗ്രാഫിക്സ് കാർഡ് ആൻഡ് NVMe സ്റ്റോറേജ് രണ്ടിനും കിട്ടാൻ പോകുന്നത്. അതേപോലെ മെമ്മറി ക്ലോക്ക് സ്പീഡ്സിന്റെ സപ്പോർട്ടും ഹയർ ആക്കിയിട്ടുണ്ട്. DDR5 AMD Expo ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് ഈസിലി ഹയർ ഫ്രീക്വൻസീസ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പുതിയ മദർ ബോർഡ്സിന്റെയും പ്രൈസിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ആകുന്നത് ഒന്നും ഇപ്പോഴത്തേക്ക് അറിയത്തില്ല. എന്തായാലും പ്രോസസർ വന്നു കഴിഞ്ഞിട്ട് സ്ലോലി വരുന്നതായിരിക്കും. X870 വന്നു കഴിഞ്ഞിട്ടായിരിക്കും B850 സീരീസ് വരാൻ പോകുന്നത്. B850 ആണ് കുറച്ചുകൂടി നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന മദർ ബോർഡ്സ്. ആൻഡ് ഫൈനലി ഡെസ്ക്ടോപ്സിന്റെ പ്രോസസേഴ്സ് അല്ലാതെ പുതിയ മൊബൈൽ പ്രോസസേഴ്സും AMD അനൗൺസ് ചെയ്തിട്ടുണ്ട്. AMD Ryzen 300 AI CPUs. സോ ദിസ് ഈസ് എവറിവെയർ നൗ. ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് AI. ആൻഡ് സോ AMDയും പുതിയ Ryzen പ്രോസസേഴ്സിന്റെ പേരിൽ AI ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പേരിൽ AI ആഡ് ചെയ്തതല്ലാതെ നെയിമിംഗും ഫുള്ളി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്റൽ എങ്ങനെയാണ് നെയിമിംഗ് പുതിയ കോർ അൾട്രാ സീരീസിൽ ചേഞ്ച് ചെയ്തേക്കുന്നത് ഏകദേശം അതേ സ്റ്റൈലിലാണ് ഇപ്പോൾ AMDയുടെ പുതിയ പ്രോസസേഴ്സിന്റെ മൊബൈൽ പ്രോസസേഴ്സിന്റെ നെയിമിംഗ് വരാൻ പോകുന്നത്. ആൻഡ് പുതിയ നെയിമിംഗിന്റെ ചെറിയ ബ്രീഫ് നോക്കുവാണെങ്കിൽ പ്രോസസേഴ്സിന്റെ പേര് ഇങ്ങനെയായിരിക്കും വരുന്നത്. AMD Ryzen AI 9HX 370. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ AMD Ryzen AI എന്ന് പറയുന്നത് ഒരു ഫുൾ ബ്രാൻഡ് ആണ്. കംപ്ലീറ്റ് ഇത് ബ്രാൻഡ് നെയിം ആയിട്ടാണ് പറയുന്നത്. 9-HX എന്ന് പറയുന്നത് ബ്രാൻഡ് ലെവലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ് പ്രോസസറിന്റെ ആക്ച്വൽ നെയിമിംഗ് അല്ലെങ്കിൽ നമ്പർ. അതിൽ ഫസ്റ്റ് 2 സീരീസും ലാസ്റ്റ് SKU നമ്പർ ആണ്. SKU മീൻസ് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമ്പർ ആണ്, ജസ്റ്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടി. നേരത്തെ HX എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവൽ CPU ആയിരുന്നു. ഏറ്റവും ടോപ്പ് ലെവൽ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് എടുക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള CPU. സോ ഇവിടെ രണ്ട് ടോപ്പ് ലെവലിലുള്ള പ്രോസസേഴ്സ് മൊബൈൽ പ്രോസസേഴ്സ് ആണ് AMD അനൗൺസ് ചെയ്തേക്കുന്നത് Ryzen AI 300 സീരീസിൽ. AMD Ryzen AI 9HX 370യും AMD Ryzen AI 9365ഉം. സോ HX 370 12 കോഴ്സ് ആൻഡ് 24 ത്രെഡ്സ് ഉള്ളതാണ്. Zen 5 ബേസ്ഡ് 4 നാനോമീറ്റർ പ്രോസസ്സിലാണ് ചെയ്തേക്കുന്നത്. ബേസ് 2.1ഉം ബൂസ്റ്റ് 5.1 GHz ആണ്. ആൻഡ് AMDയുടെ ലേറ്റസ്റ്റ് Radeon 890M ഗ്രാഫിക്സ് ആണ് ഇതിൽ വരുന്നത്. സിമിലർലി Ryzen AI 9365 പ്രോസസർ ക്ലോക്ക് സ്പീഡ് നമുക്ക് 2.4 GHz തൊട്ട് 5 GHz വരെയാണ് കിട്ടുന്നത്. ബാക്കി ഓൾമോസ്റ്റ് സിമിലർ സ്പെക് ആണ്. ക്യാഷ് മെമ്മറിയിൽ ചെറിയ വ്യത്യാസമുണ്ട്, 34 MB. ആൻഡ് ഇവിടെ ഇൻബിൽറ്റ് ഗ്രാഫിക്സ് 12 കമ്പ്യൂട്ട് യൂണിറ്റ്സ് ഉള്ള AMDയുടെ Radeon 880M ഗ്രാഫിക്സ് ആണ്. ആൻഡ് ഇവിടെയും AMD കാണിച്ച പെർഫോമൻസിന്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇന്റലിന്റെ കോർ അൾട്രാ 185H പ്രോസസറുമായിട്ട് കമ്പയർ ചെയ്തേക്കുന്ന AMD Ryzen AI 9HX 370 പ്രോസസർ. സോ ഈ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ 36% മോർ പെർഫോമൻസ് ആണ് ഫോർ ഗെയിമേഴ്സ് AMD ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ ലേറ്റസ്റ്റ് വരുന്ന Snapdragon X Elite പ്രോസസേഴ്സിന്റെ കൂടെയുള്ള ഒരു ബെഞ്ച് മാർക്കിംഗ് കാണാം. സോ ഇവിടെ പ്രൊഡക്ടിവിറ്റി, മൾട്ടി ടാസ്കിംഗ്, ഗ്രാഫിക്സിന്റെ ഓവറോൾ ഗ്രാഫാണ് കാണിച്ചേക്കുന്നത്. ആൻഡ് AMDയുടെ പ്രോസസർ സീംസ് ടു ബി ലീഡിംഗ്. അതേപോലെ പ്രൊഡക്ടിവിറ്റിയുടെ വിത്ത് ആപ്പിൾ M3 ചിപ്പിന്റെ ഒരു ബെഞ്ച് മാർക്കും കാണിച്ചിട്ടുണ്ട് ഫൈനലി. സോ ഇവിടെയും കാണിച്ച ബെഞ്ച് മാർക്സ് വെച്ച് പ്രൊഡക്ടിവിറ്റി, വീഡിയോ എഡിറ്റിംഗ്, മൾട്ടി ടാസ്കിംഗ്, 3D റെൻഡറിംഗിലെല്ലാം AMDയുടെ ലേറ്റസ്റ്റ് AI പ്രോസസേഴ്സ് ബെസ്റ്റ് ആണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. സോ ഓവറോൾ എല്ലാവരും ഇപ്പം AI-യുടെ പുറകിലാണ്. അതിൽ Ryzen 9000 സീരീസ് സീംസ് ടു ബി വെരി കേപ്പബിൾ. അതായത് ബെഞ്ച് മാർക്സ് AMD കാണിച്ച ബെഞ്ച് മാർക്സിന്റെ ഒരു ബേസിസിൽ നോക്കുവാണെങ്കിൽ കമ്പയർ ടു 14th ജനറേഷൻ ബെറ്റർ ആണ്. നല്ല രീതിയിൽ പെർഫോമൻസിന്റെ ഇംപ്രൂവ്മെന്റ് തന്നെ കാണുന്നുണ്ട്. ഓവറോൾ 16% ആണ് IPC ഇംപ്രൂവ്മെന്റ് പറയുന്നത്. ഒബ്വിയസ്ലി ഒരു ഡബിൾ ഡിജിറ്റ് ഇംപ്രൂവ്മെന്റ് വരുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ AMDയുടെ ലേറ്റസ്റ്റ് പ്രോസസേഴ്സ്, അതിപ്പോൾ മൊബൈൽ ബേസ്ഡ് AI പ്രോസസേഴ്സ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ബേസ്ഡ് Ryzen 9000 സീരീസ് പ്രോസസേഴ്സ് ആണെങ്കിലും സീംസ് ടു ബി വെരി കേപ്പബിൾ. ആൻഡ് അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ AM4 സോക്കറ്റിനെയും AMD വിടാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും പുതിയ പ്രോസസേഴ്സ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ പഴയ AM4 സോക്കറ്റിലുള്ളവർക്ക് ദാറ്റ് ഈസ് റിയലി ബെനിഫിഷ്യൽ. കാരണം ഓവറോൾ PC പാർട്സിന്റെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ റാമിന്റെ പ്രൈസസ് കുറച്ച് കൂടിയിട്ടുണ്ട്. DDR5 റാംസിന്റെ, അതേപോലെ SSDയുടെ പ്രൈസസ് ഹൈ ആണ്. ആൻഡ് ഓവറോൾ നെക്സ്റ്റ് ജനറേഷൻ പ്രോസസേഴ്സും മദർ ബോർഡ്സ് എല്ലാം വരുമ്പോൾ എന്തായാലും പ്രൈസിംഗ് കൂടുതൽ തന്നെ ആയിരിക്കും. സോ ഇപ്പോഴും പഴയ ജനറേഷൻ അല്ലെങ്കിൽ AM4 സോക്കറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊരു ബെറ്റർ പ്രോസസർ സീരീസ് വേണം, അല്ലെങ്കിൽ ബെറ്റർ ഒരു അപ്ഗ്രേഡ് സെയിം പ്ലാറ്റ്ഫോമിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം X വേരിയൻസ് ഉണ്ട്, നോൺ X വേരിയൻസ് ഉണ്ട്, ലേറ്റസ്റ്റ് X3D വേരിയൻസ് ഇറക്കി, ഇപ്പം XT സീരീസ് ഇറക്കി. സോ അത് ജസ്റ്റ് ഇന്റലുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഇന്റൽ പ്രോസസേഴ്സ് 2 വർഷം കൂടുമ്പോഴാണ് കംപ്ലീറ്റ് ചിപ്സെറ്റ് എല്ലാം മാറ്റുന്നത്. ബട്ട് വേറേസ് AM4 സോക്കറ്റ്
8 ഇയേഴ്സ് ആയിട്ട് ഇപ്പോഴും പുതിയ പ്രോസസ്സേഴ്സ് വരുന്നുണ്ട് എന്ന് പറയുന്നത് റിയലി കമൻറ്റബിൾ ജോബാണ് AMD ചെയ്യുന്നത്. സോ എന്തായാലും ഇതൊക്കെയാണ് കോംപ്യൂടെക്സ് ഷോയിൽ AMD അനൗൺസ് ചെയ്ത കുറച്ച് പുതിയ കാര്യങ്ങൾ. ഇതല്ലാതെ എന്തായാലും ഇതൊക്കെയാണ് കോംപ്യൂടെക്സ് 2024 AMD അനൗൺസ് ചെയ്ത പുതിയ പ്രൊഡക്ട്സ്. ഇത് നമ്മുടെ കൺസ്യൂമർ ലെവലിലാണ് പറയുന്നത്. ബട്ട് ഇതല്ലാതെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. എപ്പിക് പ്രോസസ്സേഴ്സിൻ്റെ ഉണ്ട്, അതേപോലെ ഡേറ്റാ സെൻറ്റർ പുതിയ പ്രോസസ്സേഴ്സിൻ്റെ പുതിയ ജനറേഷൻ പ്രോസസ്സേഴ്സും വിത്ത് AI ബേസ്ഡ് ചിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഈ പറഞ്ഞ ഡേറ്റാ സെൻറ്റർ ഹൈ ലെവൽ സെർവർ ലെവലിലുള്ള പ്രോസസ്സേഴ്സ് ആണ്. നമുക്ക് എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽഡ്സ് ഓർ PC ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.